ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പയറും കായും കറിയുടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൻപയർ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കായ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഇങ്ങനത്തെ സൈസിൽ വെട്ടിയിട്ട് അതും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഇത്തിരി വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ആ വൻപയറും ആ കായും ഒക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കുക്കറിലോട്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നതെല്ലാം ഇട്ടിട്ട് നമ്മൾ അതൊരു മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുക. അപ്പോൾ നമ്മളൊരു 3 വിസിൽ അടുപ്പിച്ച്, അത് വെന്തില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എൻ്റെ ഈ ഒരു പരുവത്തിൽ ഏകദേശം കിട്ടും. നമുക്കിനി ഇതിനകത്ത് ഇടാൻ വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജീരകം കൂടി ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇത്തിരി കൂടെ ഒരു വെള്ളം ഒഴിച്ചിട്ടുകൂടെ ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് നമ്മുടെ ഈ കുക്കറിനകത്തോട്ടുള്ള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആ മിക്സിക്കകത്ത് തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെച്ചാൽ മതി. നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്ക് ഒരു ചുരുക്കം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ ചോറിൻ്റെ അല്ലെങ്കിൽ പച്ചയ്ക്ക് പോയി നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.